ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഗോഡ്സ് ഓൺ ടി വി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ്സ് ഓൺ ടി വിയുടെ പ്രേക്ഷകരായി ദൂരെയും ചാരയുമുള്ള എല്ലാ സഹോദരങ്ങൾക്കും ദൈവനടത്തിപ്പോണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൈയും കെട്ടിയിരുന്നാ പോരാ. എനിക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം കഴിവിൽ മുന്നേറിയാൽ പോരാ. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു ചേരണം. എൻ്റെ ബുദ്ധിയും എൻ്റെ കഴിവും എൻ്റെ ആലോചനയും ദൈവത്തിന്റെ നിയോഗവും, the counseling of God, the wonderful guidance of God, the aid from God, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സഹായം, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ മുമ്പേ പറഞ്ഞ അനുഭവം വരും. ശുഭകരമായി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കും. പോകേണ്ടത് വഴിയിൽ പോകുവാൻ നമുക്ക് കഴിയും എന്നുള്ളത് നാം ഇവിടെ ഓർക്കേണ്ടതാണ്. അതാണ് സങ്കീർത്തനത്തിൽ എടുത്തു പറയുന്നത്. പിന്നെ പറയുന്ന ഒന്ന്, ഈ സങ്കീർത്തനത്തിന്റെ സമാപനത്തിലേക്ക് നാം വരികയാണ്. അതിന്റെ 10ഉം 11ഉം വാക്യങ്ങളിൽ അവിടെ വലിയൊരു കോൺട്രാസ്റ്റ് വരുത്തിയിട്ടുണ്ട്. എന്താകുന്നു കോൺട്രാസ്റ്റ്? ദുഷ്ടന് നേരിടുന്ന ദുരന്തങ്ങളും അതുപോലെ തന്നെ വരുന്ന അനുഭവങ്ങളുമാണ്. അത് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. നീതിമാന് വരുന്ന സന്തോഷവും അനുഭവവും നേരെ മറിച്ചുമാണ്. അപ്പൊ ഈ രണ്ടു കൂട്ടരുടെയും ചിത്രം നമ്മളെ മുമ്പിൽ എന്തിനാ വെച്ചിരിക്കുന്നത്? ദുഷ്ടനുണ്ടാകുന്ന അനുഭവം ഇത്തരത്തിലാണ്, നീതിമാനുണ്ടാകുന്ന അനുഭവം ഈ വിധത്തിലാണ്. നിങ്ങൾ ഇതിന് ഏത് തിരഞ്ഞെടുക്കും? നിങ്ങൾ ഇതിന് ഏത് മാർഗം നിങ്ങൾ അവലംബിക്കും എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുവാൻ തന്നെ തക്കവണ്ണമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് അവസാനം ഈ ഒരു ചിന്തയിലേക്ക് വരുത്തിയത് ദുഷ്ടന്മാർ, നമ്മളത് ഒന്ന് വായിച്ചു നോക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുവാൻ സാധിക്കുന്നത്. ആ സങ്കീർത്തനത്തിന്റെ അവസാനത്ത് പറയുന്നത്, അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ഇവിടെ പറയുന്നു, ദുഷ്ടന് വളരെ വേദനകളുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവനോ ദയ ചുറ്റിക്കൊള്ളും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും, ദുഷ്ടന് വളരെ വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അവന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞത് എന്തിനാ? നമ്മെ അതിലേക്ക് പോകാതിരിക്കുവാൻ മുന്നറിയിപ്പാണ്. പിന്നെന്തിനാ നീതിമാന്റെ കാര്യം എടുത്തു പറയുന്നത്? നീതിമാനെ പറ്റി പറയുന്നത് യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിക്കും. അവന്റെ ജീവിതത്തിൽ എപ്പോഴും ആനന്ദവും സംതൃപ്തിയും അനുഭവപ്പെടും എന്നാണ് അവിടെ പറയുന്നത്. ആ യഹോവയിൽ സന്തോഷിക്കും. പിന്നെ പറയുന്നത്, ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചാനന്ദിപ്പീൻ. സങ്കീർത്തനം സമാപിക്കുന്നത് ഈ വലിയൊരു പ്രഖ്യാപനത്തോടും ഈ വലിയ ഒരു ആഹ്വാനത്തോടുമാണ്. എന്താ? യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ. ആ തുടങ്ങുന്നത് ഏകവചനത്തിലാ. എന്റെ കാര്യം ലംഘനം ക്ഷമിച്ചും മനുഷ്യൻ അവൻ ഭാഗ്യവാനാണ്. ഏകവചനത്തിൽ എന്റെ കാര്യം, അന്ന് എന്റെ അസ്ഥികളൊക്കെ, അപ്പൊ എന്റെ 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 ഞാൻ തന്നെ എന്നുള്ള അനുഭവത്തിലാണ്. ഇവിടെ വന്നപ്പോഴോ ഞങ്ങൾ അങ്ങനെയുള്ള എല്ലാവരും കൂടിയുള്ള അനുഭവത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതാ പാപത്തിൽ ജീവിക്കുമ്പോൾ നീ ഒറ്റപ്പെട്ടവനാ. നേരെ മറിച്ച് നീ അനുഭവിച്ച് ദൈവ പൈതൃകരുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ നീ യു ബിക്കം എ മെമ്പർ ദ ഫെലോഷിപ്പ്, വലിയ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് വരും. അപ്പോൾ നീ ഞങ്ങൾക്ക് സന്തോഷം, ഞങ്ങൾ ആനന്ദിക്കുന്നു എന്നുള്ളത് ഒറ്റപ്പെടലിന്റെ അനുഭവം മാറിയിട്ട് കൂട്ടായ്മയുടെ വലിയ സന്തോഷവും ആനന്ദവും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സങ്കീർത്തനത്തെ കുറിച്ച് ഉള്ള പഠനം ദീർഘമായി ഞാൻ എടുക്കുന്നതല്ല, എങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്നുകൂടി ഞാൻ കൊണ്ടുവരട്ടെ. 32-ാം സങ്കീർത്തനത്തെ കുറിച്ച് പറഞ്ഞ കാര്യം എന്താ? ഓർത്തു നോക്കുക. അനുതാപത്തിന്റെ എത്ര സങ്കീർത്തനങ്ങളാ? 7 സങ്കീർത്തനങ്ങൾ. ഇതിനു മുമ്പ് ഒരു സങ്കീർത്തനം ഉണ്ടായിരുന്നു, 32-ന് മുമ്പ് 6-ാം സങ്കീർത്തനം. അപ്പൊ ഇത് 7-ൽ രണ്ടാമത്തേതാണ് 32-ാമത്തെ സങ്കീർത്തനം. ഈ അനുതാപത്തിന്റെ സങ്കീർത്തനങ്ങൾ ഇന്ന് ആര് പറഞ്ഞു? ഇത് ദാവീദ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? അനുതാപത്തെ അല്ല, സഭാപിതാക്കന്മാര് അവരിതൊക്കെ ചിന്തിച്ച് വായിച്ചു നോക്കിയിട്ട് അനുതാപത്തിന്റെ ചിന്തകൾ ഉണർത്തുന്ന
സങ്കീർത്തനങ്ങൾ ഒരുമിച്ച് ചേർത്ത് നമുക്ക് വായിക്കുവാൻ, അനുതാപത്തിന്റെ അവസരം വരുമ്പോൾ, പാപബോധം ഉണ്ടാകുമ്പോൾ, കുമ്പസാരത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ, നോമ്പ് ഉപവാസവും ഒക്കെ എടുക്കുമ്പോൾ ഈ സങ്കീർത്തനങ്ങൾ മാത്രം എടുത്ത് വായിക്കുവാൻ. അപ്പൊ അവിടെ ആ സങ്കീർത്തനങ്ങൾ അതിലൊന്നാണ് ഈ പറയുന്ന 32-ാം സങ്കീർത്തനം, അനുതാപത്തിന്റെ സങ്കീർത്തനമാണ്. അത് നമുക്ക് വാസ്തവത്തിൽ വളരെയധികം ധൈര്യം നൽകുന്നതാണ്. കഴിഞ്ഞ ജീവിതത്തിൽ എന്തൊക്കെയായിരുന്നാലും നാം ഏറ്റു പറയുമ്പോൾ അവയെല്ലാം മോചിക്കപ്പെടും. എത്ര ഗുരുതരമായ പാപമായിരുന്നാലും, എത്ര അഗാധമായിരിക്കുന്ന ആഴത്തിലുള്ളതായ ആ വീഴ്ചയായിരുന്നാലും അതിലെല്ലാം നമുക്ക് കരകയറുവാൻ സാധിക്കും. നമുക്കെപ്പോ എങ്ങനെ, ഇഫ് യു കൺഫസ് അവർ സിൻസ്, ഏറ്റുപറച്ചു നടത്തണം. അത് കഴിയുമ്പോൾ പിന്നെന്താ? പിന്നെ ഭാവിയെ പറ്റിയുള്ള ആശങ്കയായി. എങ്ങനെയായിരിക്കും എന്റെ ഭാവി? ഈ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അപ്പൊ ഭാവിയെ പറ്റി നമുക്ക് നല്ല പ്രത്യാശയാണ് ഇന്നത്തെ ചിന്തയിൽ വന്നത്. എന്താ ഇന്നത്തെ ചിന്തയിൽ വന്നത്? ഇന്നത്തെ ചിന്തയിൽ വന്നത് അവൻ നമുക്ക് തക്കതായ ഉപദേശം തരും. അവൻ നമുക്ക് തക്ക സമയത്ത് നമ്മെ വഴി നടത്തും. മാത്രമല്ല ആവശ്യമായ ആലോചന നമുക്ക് പറഞ്ഞു തരും. എന്തൊരു വലിയ ഭാഗ്യമാണ്. ഗോഡ് വിൽ ബി അവർ ഹെൽപ്പ്. ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, ഞാൻ നിങ്ങളെ വഴി നടത്തും, നിങ്ങൾ പോകേണ്ടുന്ന വഴിയിൽ ഞാൻ നിങ്ങളെ നയിക്കും. അത് നമുക്ക് ധൈര്യം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ദൈവം നമ്മെ നടത്തും എന്നുള്ളത് കൊണ്ട് നമ്മൾ കൈയും കെട്ടി അങ്ങ് ഇരുന്നാ പോരാ. അത് പ്രധാനമായിട്ട് ഓർക്കണം. ദൈവം നടത്തിപ്പ് എനിക്കുണ്ടാകും എന്നും പറഞ്ഞ് ഞാൻ കൈയും കെട്ടി അവിടെ പോയി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ നിന്റെ സഹായം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങ് ഇരുന്നാൽ മാത്രം പോരാ. പിന്നെന്തോ ചെയ്യണം? ദൈവം എനിക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, ദൈവം എനിക്ക് ചിന്താശക്തി തന്നിട്ടുണ്ട്, ആലോചിക്കുവാനുള്ള കഴിവ് എനിക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ ഉപയോഗിക്കണം. അത് ദൈവം എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് നാം എന്ത് ചെയ്യണം എന്ന് നമ്മുടെ ബുദ്ധിയിൽ കൂടിയാണ് ദൈവം നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളത് നാം ഓർക്കണം. നമ്മുടെ ആലോചന നമുക്ക് ലഭിക്കുന്നത് നാം ദൈവത്തിൽ നമുക്ക് ലഭിക്കുമെന്നുള്ളതിന് ഉറപ്പാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു സത്യമാണ്. അപ്പോൾ ദൈവം നമുക്ക്, നമ്മൾ ഭാവിയെപ്പറ്റി നമുക്ക് ഉത്കണ്ഠയൊന്നും വേണ്ട, എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. എന്താ? പിന്നെയും ഒന്നും കൂടി ഓർത്തോണം. നീതിമാന്മാർക്ക് ലഭിക്കുന്ന സന്തോഷവും ആനന്ദവും ഒന്ന് വേറെ, അതുപോലെ തന്നെ ദുഷ്ടന്മാർക്കുണ്ടാകുന്ന ഒന്ന് വേറെ. ഈ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതിനുവേണ്ടിയാണ് സങ്കീർത്തനക്കാരൻ അതിന്റെ അവസാന ഭാഗത്ത് ഈ രണ്ടുപേരെയും ഒന്ന് കോൺട്രാസ്റ്റ് ചെയ്തിട്ട് അവർ തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് നിങ്ങൾ ഇതിലേത് നിങ്ങൾ തിരഞ്ഞെടുക്കും എന്ന് നമുക്കൊരു ചലഞ്ച്, ഒരു വെല്ലുവിളി ഉയർത്തി അതിന്റെ അവസാനം പറയുന്നത് നമ്മുടെ മനസ്സിൽ ഉയർന്നു നിൽക്കട്ടെ. ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ യഹോവയിൽ ഘോഷിച്ച് ആനന്ദിപ്പീൻ. It's a proclamation, it's a demand for rejoicing and praising God. ദൈവം സന്തോഷിച്ച് ദൈവത്തെ പ്രശംസിക്കുവാൻ, ദൈവത്തെ സ്തോത്രം ചെയ്യുവാനുള്ള ഒരു ആഹ്വാനത്തോടെയാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത്. ഏകവചനത്തിൽ ആരംഭിച്ചു, ബഹുവചനത്തിലേക്ക് അത് എത്തിച്ചേർന്നു. എന്തത് സൂചിപ്പിക്കുന്നു? പാപം ചെയ്യുമ്പോൾ ഒറ്റപ്പെട്ടവനായി തീരുന്നു. നാം അനുദമിച്ച് കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ വലിയൊരു ഫെലോഷിപ്പിന്റെ അനുഭവം സഭാ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് എല്ലാവരോടും കൂടി ചേർന്ന് പറയുന്നത് നമുക്ക് ഘോഷിച്ച് ഉല്ലസിക്കാൻ, ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം എന്ന് പറയുവാൻ കഴിയുന്നത്. ഞാൻ ഇനി ചിന്തിക്കുവാൻ പോകുന്നത്, അടുത്ത പ്രാവശ്യം നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് 34-ാം സങ്കീർത്തനമാണ്. അല്പം ദീർഘമായ സങ്കീർത്തനമാണ്. നിങ്ങൾ അതൊന്ന് നേരത്തെ വായിക്കുവാനും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുവാനും എന്തൊക്കെയാ അതിൻ്റെ ആശയങ്ങൾ എന്ന് ഒന്ന് ഓർക്കുവാനും വേണ്ടി നേരത്തെ ഒരു ഹോംവർക്ക് എന്നതുപോലെ ഞാൻ നിങ്ങൾക്കത് നൽകുന്നത്. ഞാൻ പറയുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങളുടെ മനസ്സിൽ പല ചിന്തകൾ ഉയർന്നു എന്ന് വരാം. അതുകൊണ്ട് 34-ാം സങ്കീർത്തനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഈ സമയത്ത് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്.
ഈ 32-ാം സങ്കീർത്തനത്തിന്റെ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുമ്പോൾ നമുക്ക് തലകളെ വളക്കി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കുവാനായിട്ടുണ്ട്. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾക്ക് വലിയ സന്തോഷവും പ്രത്യാശയും നൽകുന്നത് ഞങ്ങളുടെ പാപങ്ങൾ എത്ര ഘനമേറിയതായിരുന്നാലും എത്രമാത്രം ആഴത്തിലുള്ളതായിരുന്നാലും നീ ഞങ്ങൾക്ക് ക്ഷമിച്ചു തരുന്ന, മറച്ചു തരുന്ന, ഇളച്ചു തരുന്ന ഒരു വലിയ സ്നേഹനിധിയായ പിതാവാകുന്നു. ദാവീദ് എത്ര ഗുരുതരമായ പാപം ചെയ്തിട്ടും അനുതാപത്തിൽ കൂടി പാപമോചനം പ്രാപിച്ചപ്പോൾ എത്ര ഭാഗ്യവാൻ എന്ന് സന്തോഷത്തോടെ പ്രഖ്യാപിക്കുവാൻ ദാവീദിന് കഴിഞ്ഞു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ബലഹീനതകളും പാപങ്ങളും ഒക്കെയും പലപ്പോഴും സംഭവിച്ചു എന്ന് വരാം. തിന്മ നിറഞ്ഞ ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പാപത്തിന്റെ പോരാട്ടം എപ്പോഴും ഞങ്ങൾക്ക് നേരിടുവാനുണ്ട്. അങ്ങനെ വൈരിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്ന ഒരു ചുറ്റുപാടിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ പല പ്രലോഭനങ്ങൾ ഞങ്ങൾക്ക് വരാം. പക്ഷെ അപ്പോഴൊക്കെ വീണ് പോയാലും ഞങ്ങളുടെ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിച്ച് നീതിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അപ്പോൾ ഞങ്ങൾക്ക് ഭാവിയെപ്പറ്റി ആകുലപ്പെടേണ്ടതായിട്ടില്ല. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഉപദേശിച്ചു തരും, ഞങ്ങളെ വഴി നടത്തും, ഞങ്ങൾക്ക് വേണ്ടി ആലോചന തരും. അവൻ ഞങ്ങളെ എല്ലായ്പ്പോഴും കാത്തുകൊള്ളും. അത് ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വഴിയും ആലോചനയും സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കഴിവ്, ഞങ്ങളുടെ ബുദ്ധിയും ആലോചനയും ഉപയോഗപ്പെടുത്തി തക്ക സമയത്ത് ഓരോന്നിനെയും എങ്ങനെ നേരിടണം എന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ജയജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സങ്കീർത്തനങ്ങൾ ഞങ്ങളുടെ പാതയ്ക്ക് വെളിച്ചമായി ഞങ്ങൾക്ക് പ്രചോദനമായി മുന്നേറുവാൻ തക്കവണ്ണം ഈ പഠനം ഞങ്ങളെ സഹായിക്കട്ടെ. അതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ചലിപ്പിക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും തിരുനാമത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാനായിട്ട് തന്നെ. ആമേൻ.